Never lose an opportunity of seeing anything beautiful. ഈശ്വരൻ്റെ എല്ലാ സൃഷ്ടികളും ഭംഗിയുള്ളവയാണ്. അതിൽ ഏറ്റവും ഡിവൈനായ ക്രിയേഷനാണ് മ്യൂസിക്. സംഗീത സാന്ദ്രമായ മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. ഐ വെൽക്കം ഈച്ച് ആൻഡ് എവറി വൺ ടു എ മാർവലസ് എപ്പിസോഡ് ഓഫ് സൂപ്പർ സ്റ്റാർ. First, I welcome our marvelous judges. Yes, welcome judges. Next, I welcome our strong orchestra team, X-Band. സെമി-ഫൈനൽ റൗണ്ടിൽ 3 പെർഫോമൻസുകളാണ് നമ്മൾ ഇന്ന് കാണാനിരിക്കുന്നത്. ആദ്യമായി രവീന്ദ്രൻ മാസ്റ്റർ ഹെഡ്സുമായി ശ്രീരേഖ എത്തിയിരിക്കുകയാണ്. യെസ്, ഐ വെൽക്കം ഹർ ഓൺ സൂപ്പർ സ്റ്റാർ. ഹായ്, രവീന്ദ്രൻ മാസ്റ്റർ ഹിറ്റ്സിൽ ഒരു മുത്തം മണിമുത്തം എന്ന മൂവിയിലെ ചിത്രചേച്ചി പാടി അനശ്വരമാക്കിയ ഓമനത്തിങ്കൾ ഉറങ്ങൂ എന്ന സോങ്ങാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക.
ഒരു മുത്തം മണിമുത്തം എന്ന ഫിലിമിന് വേണ്ടിയിട്ട് രവീന്ദ്ര മാഷ് ഈണം നൽകിയ പാട്ടാണ് ശ്രീരേഖ ഇവിടെ പാടിയത്. പ്രാക്ടീസ് ചെയ്ത പോലെ പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. പോട്ടെ, നമുക്ക് കമൻസിലേക്ക് പോകാം അല്ലേ ആദ്യം. ഓക്കെ, ശരത് സർ. ശ്രീരേഖ സർ, നന്നായിരുന്നു മോളെ, കുഴപ്പമില്ല, നല്ല പാട്ട്. എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ, എന്താണ് സംഭവിച്ചത് നമുക്ക്? ഇവിടെ പാടുന്നതിന് മുമ്പ് പാടിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇത് പാടിയപ്പോൾ എന്തോ. അത് കുഴപ്പമില്ല. ചില ദിവസങ്ങൾ ചിലർക്ക് അങ്ങനെ ആയിരിക്കും കേട്ടോ. അത് ഇപ്പോൾ അൽഫോൺസും പറയായിരുന്നു, അത് ഗ്രൂമിങ്ങിന് കേട്ടപ്പോൾ നന്നായിട്ട് പാടി. മോള് നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. ചില സമയം നമുക്ക് എന്താ പറയണ്ടേ, ദൈവം ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കും. അപ്പം നമ്മൾ ആരാണെങ്കിലും അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പോൾ ആലാപത്തിട്ട് മോള് കുറച്ചും കൂടെ ശ്രുതി, കുറച്ചും കൂടെ കേൾക്കാം. മോൾക്ക് എന്താ ഈ ലോ പാടാൻ പറ്റത്തില്ലേ? ടോപ്പിൽ പാടിയിട്ട് പിന്നെ ലോയിലേക്ക് വരുമ്പോൾ പാടാണ്. ഇല്ല, ടോപ്പിൽ മോള് കിടന്ന് നിലവിളിക്കുന്നു, അതാണ് പ്രധാനമായിട്ടുള്ള പ്രോബ്ലം. അങ്ങോട്ടങ്ങോട്ട് തോന്നുന്നൊരു ഒരു മുദ്രാവാക്യം വിളി ലെവലിലാണ് മോള് പാടുന്നത്. അതല്ലല്ലോ വേണ്ടത്. നമുക്ക് സോഫ്റ്റ് മേളിൽ പാടുമ്പോഴും മോള് അത്, ഞാൻ അതല്ലേ പറയുന്നത്, ആ ഒരു ഹെഡ് വോയിസ് യൂസ് ചെയ്യേണ്ട ആ ടെക്നിക്ക് എങ്ങനെയെങ്കിലും സ്വായത്തമാക്കുക. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? മുകളിൽ പാടുമ്പോൾ എന്ന് പറഞ്ഞാൽ നിലവിളിച്ചാൽ പിന്നെ താഴെ ഒരിക്കലും ശബ്ദം കിട്ടത്തില്ല നമുക്ക്. എനിക്ക് അത്ര ഒട്ടുക്കത്തെ കൺട്രോളുള്ള വോയിസ് ആയിരിക്കണം. മോൾ അത് നിലവിളിച്ചിട്ട് പിന്നെ അതിന് ശേഷമുള്ളതെല്ലാം കേൾക്കാൻ തന്നെ പോയി അത്ര സോഫ്റ്റായിട്ട് സത്യമായിട്ടൊരു താരാട്ട് പാടുന്ന കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് പാടുന്നോണം പാടി, അതിനെ ശല്യപ്പെടുത്താണ്ട്. പക്ഷെ മറ്റേ ഐറ്റം കേട്ട് കൊച്ചു ഞെട്ടി ഉണർന്ന് കാണും എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടാവും. അതെന്താ മാറ്റാത്ത? അല്ല മോൾ അത് അഡ്വൈസ് പാടുവോ? അത് സോഫ്റ്റായിട്ട് മേളിലോട്ട് പോകുന്നതോറും അത് കൺട്രോൾ ചെയ്ത് പാടാനുള്ള ഒരു ഇതായോ? ഇപ്പോൾ പാടിയപ്പോൾ കിട്ടിയായിരുന്നു മോളെ. പാടുമ്പോൾ നിലവിളിച്ച് എങ്ങനെയെങ്കിലും അവിടെ ഹിറ്റ് ചെയ്തു എന്നല്ല ഞാൻ ചോദിച്ചത്. അതല്ല സാർ, അല്ലാതെ കിട്ടി. മോളെ അത് ഹെഡ് വോയിസ്, ആ ഒരു ടെക്നിക്ക്, വോയിസിന്റെ ടെക്നിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയോ? തുടങ്ങുമെന്ന് എന്നാ പെട്ടെന്ന് തുടങ്ങാം കേട്ടോ. തുടങ്ങി സാർ. അത് മോള് പാവാണ്, നീ അത് കുഞ്ഞാണ്, നമ്മുടെ ഇവിടുത്തെ എന്താണ് നഴ്സറി കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. മോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് അത് തുടങ്ങിക്കോളാം. അതിൻ്റെ സമയം കുറേ ആയി. മോൾ എപ്പോഴും എന്താ പറയണ്ട, നമ്മൾ പാടുമ്പോൾ നമ്മുടെ വോയിസ് എന്തിനൊക്കെയാണ് എപ്പോഴൊക്കെയാണ് അതിന് എന്താ പറയണ്ട ആ ഡൈനാമിക്സ് വേണ്ടത്, അതിൻ്റേതായിട്ടുള്ള ഫീല് വേണ്ടതെന്ന് ആലോചിച്ചും കണ്ടും മോള് കൊടുക്കാൻ നല്ല കഴിവാണ് നിനക്ക്. അത് യൂട്ടിലൈസ് ചെയ്തണം മോളെ. നമുക്ക് ദൈവം ഒരു കഴിവ് തരുമ്പോൾ അത് മാക്സിമം ഈ ഒരു ജന്മത്തിൽ എത്രത്തോളം പരിപോഷിപ്പിച്ച് ദൈവത്തിന് തിരിച്ചത് ഞാൻ ഇത്രയും നീ തന്ന് ഇത്രയും കഴിവ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ദൈവമേ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും വലുത്. അതിന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ശ്രദ്ധിക്കാം മോളെ. കുറച്ചും കൂടെ എന്താ പറയണ്ടത്, നന്നാക്കണം പാട്ട്, കുറേയും കൂടെ നന്നാക്കണം മോളെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ്. ശ്രീരേഖ, എന്തായാലും ശ്രീരേഖ അത് 2-3 പ്രാവശ്യം പാടി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ. എന്താണെങ്കിലും ആ ലോ രജിസ്റ്ററിലുള്ള ഭാഗം തന്നെ ആണെങ്കിൽ പോലും തുടങ്ങിയപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു വ്യക്തമായിട്ട്, അല്ലേ? തോന്നിയായിരുന്നോ കൈവിട്ട് പോകുന്നത്? മനസ്സിലായി. പൊന്നോമന ഭാഗമൊക്കെ വരുമ്പോൾ അതിനകത്ത് എപ്പോഴും മിക്കവാറും സമയങ്ങളിലൊക്കെ അത് പ്രശ്നമുണ്ടായിരുന്നു. ശരത്തേട്ടൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിൽ കാണണം. അതായത് ഓട്ടോമാറ്റിക്കലി പിച്ച് കൂടുമ്പോൾ ശബ്ദം ഉയർത്തണം എന്നുള്ളൊരു സംഭവം നമ്മൾ എങ്ങനെയോ വന്നുപെട്ടിട്ടുണ്ട്. അതായത് ശ്രുതി കയറി പോകുമ്പോഴത്തേക്കും നമ്മളറിയാതെ സ്വരങ്ങ് ഉയർത്തുക, മാക്സിമം നമ്മുടെ ഫുൾ കപ്പാസിറ്റിയിൽ ഇങ്ങ് പുഷ് ചെയ്തിട്ടാണ് പാടുന്നത്. അപ്പോൾ അവിടെയാണ് ഈ സ്വരം തൊണ്ട ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അവിടുന്ന് നേരെ ലോ രജിസ്റ്ററിലേക്ക് വരുമ്പോൾ ആക്ച്വലി സൗണ്ട് ഡൗൺ ആക്കുക അറിയാതെ, മനഃപൂർവ്വമല്ല, വളരെ സോഫ്റ്റ് ഇതിലേക്ക് അറിയാതെ അങ്ങ് വരിക. അപ്പോൾ ആ ഒരു ഏറ്റക്കുറച്ചിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല തൊണ്ടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ തൊണ്ടടഞ്ഞ പോലെ പോവും ബേസിലോട്ട് വരുമ്പോൾ. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് മോള് കുറേ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്ന ഒരു പാറ്റേണിന് കുറച്ച് മാറണം നമ്മൾ.
ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ നമുക്ക് ഒറ്റയടിക്ക് എന്താ പറയുക ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൽ നിന്ന് മാറിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പരിശ്രമം ആവശ്യമുണ്ട് നന്നായിട്ട്. പിന്നെ ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോങ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര വേരിയേഷനുള്ള ഒത്തിരി ലോയിലേക്കും ഭയങ്കര ഹൈയിലേക്കും പോകുന്ന പാട്ടുകൾ എടുക്കാതിരിക്കുന്നതാണ് സേഫ് ഒരു ഇത്. അതിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഇതുകളിൽ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ സംഗതിയിലാണെങ്കിലും കുറച്ച് ക്ലാരിറ്റി പ്രശ്നമുണ്ടായിരുന്നു. രണ്ടാമത്തെ സ്റ്റാൻസ ചാരുനിലാക്കുറിയോ അല്ലേ, അവിടുത്തെ ഒരു സംഗതി മിസ് ഔട്ടായത് അറിഞ്ഞായിരുന്നോ? എല്ലാം അറിഞ്ഞിട്ടുണ്ട് അല്ലേ, പക്ഷെ കൈവിട്ടു പോയി, പറ്റുന്നില്ല. എനിവേ എന്തായാലും നല്ലൊരു പാട്ട്. ഞാനും അധികം കേട്ടിട്ടില്ല, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. നല്ലൊരു സോങ്ങാണ്, നല്ല മൂഡുള്ള, നല്ല എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട്. എന്തായാലും എല്ലാ ആശംസകളും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മഹദി മാം. ശ്രീരേഖ, ഗുഡ് അറ്റംപ്റ്റ് ശ്രീരേഖ. ശ്രീരേഖൻ്റെ നമ്മളെപ്പോഴും പറയുന്ന പ്രോബ്ലം തന്നെയാണ് ഇന്നും ഉണ്ടായത്. ശ്രീരേഖയ്ക്ക് വോയിസ് ആ ഒരു ത്രോ കുറച്ച് കുറയ്ക്കുമ്പോൾ ശ്രീരേഖയ്ക്ക് അത് പാടാൻ പറ്റുന്നില്ല. ആ ത്രോയിൽ വരുമ്പോൾ അത് അലർച്ചയായിട്ട് മാറുന്നുമുണ്ട്. ഓക്കെ, ദാറ്റ്സ് ബിക്കോസ് ഓഫ് ട്രെയിനിങ്. ഐ അണ്ടർസ്റ്റാൻഡ്. ഒരു ക്ലാസിക്കൽ സിംഗർ എന്ന നിലയ്ക്ക് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് പ്രാക്ടീസ് എ ലോട്ട്. ശ്രീരേഖൻ്റെ അമ്മയുണ്ട് കൂടെ, സോ അമ്മയുടെ അടുത്ത് നന്നായിട്ട് പഠിക്കൂ. ആൻഡ് ഓൾസോ ലേൺ ഫ്രം സംബഡി ഹു കെൻ ടീച്ച് യു വോയിസ് ഹാൻഡ്ലിങ്. ഓക്കെ, ക്ലാസിക്കൽ പഠിക്കുന്നത് ഒരിക്കലും വിടാൻ പാടില്ല. പക്ഷേ ആ ടോണിൽ നിന്ന് നമ്മൾ വേറെ ടോണിലേക്ക് പോകുന്ന ആ ഒരു ബ്രിഡ്ജില്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. ഓക്കെ, സ്ട്രെയിൻ ഒത്തിരി ഉണ്ടാവും, എന്നാലും യു ഹാവ് ടു ലേൺ ഇറ്റ്. ഓക്കെ, എനിക്കും വേറെ അതായിരുന്നു ബേസിക് പ്രശ്നം. അത് ശരിയാക്കിയാൽ തന്നെ ശ്രീരേഖയുടെ സിംഗിങ് വിൽ ബി ഫെൻറ്റാബുലസ്. ശ്രീരേഖയ്ക്ക് ഫസ്റ്റ് ചരണത്തിൽ ഒന്ന് ക്രാക്കായി, അടുത്ത ശ്രീരേഖ തുറന്നങ്ങോട്ട് പാടിയപ്പോൾ സംഗതിയൊക്കെ ക്ലീൻ ആയിട്ട് വീണു. റൈറ്റ്, അത് ശ്രീരേഖയ്ക്ക് അറിയാം. സോ there you have to work. Okay, all the best to you. താങ്ക് യു മാം. എന്തായാലും ഈ ടിപ്സും അഡ്വൈസും ഒക്കെ ഫോളോ ചെയ്തിട്ട് ബാക്കിയുള്ള പെർഫോമൻസുകളൊക്കെ സൂപ്പർ ആക്കാം. ഓക്കെ, നമുക്ക് മാർക്സിലേക്ക് പോവാം. യെസ്, ശരത് സർ. മോളെ, ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ നന്നായിട്ട് പാടുന്നവരാണ്. നമ്മളിവിടെ വന്നിട്ട് എന്താ പറയണ്ടേ, ഈ ഒരു വേദി നമ്മുടെ എന്തുകൊണ്ടാണ് നടന്നതെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ കുറേ എക്സ്ക്യൂസുകൾ പറയാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റരുത്. വാലിഡായിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ അമേരിക്കയിലായിരുന്നു, 18 മണിക്കൂർ അല്ലെങ്കിൽ 36 മണിക്കൂർ ഫ്ലൈറ്റ് ഇരുന്നിട്ട് പല്ല് പോലും തേക്കാതെ ഞാനിവിടെ വന്നത് പാടുന്നത് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇത് മോക്ക് എല്ലാം ഉണ്ട്, അത് എന്തുകൊണ്ടാണ് മോളത് കറക്റ്റ് ചെയ്യാത്തതെന്ന് അറിഞ്ഞുകൂടാ, ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൂടാ. അപ്പം അത് സ്വയം കറക്റ്റ് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് വട്ടാന്ന് വേണം പറയാം. ഒരു 5-6 പേര് ഒരുമിച്ച് നീ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പം മോക്കാണ് വട്ടെന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അത് നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. നമ്മളെ വിഷമിപ്പിച്ച് ഞങ്ങളിങ്ങനെ വിഷമിക്കുന്നവർ ആയുസ് കുറയാണ് കേട്ടോ. ഈ ഒരു റിയാലിറ്റി ഷോ വന്നിട്ട് എനിക്കൊരു 3-4 വയസ്സ് എൻ്റെത് പോയി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ തട്ടിപ്പോയാൽ എന്തല്ലേ, നിങ്ങൾക്ക് എന്ത് സന്തോഷം ആ കുട്ടിക്ക്. ഇല്ല, മോളത്തിന് ഇത്രയും ചിരിക്കുന്നത്, അത്രയും കൂടെ ശല്യം കുറയുമല്ലോ എന്നാണോ? ഞാൻ അങ്ങനൊന്നും പോകത്തില്ല. എന്തൊക്കെയാലും മോളെ, ഞാൻ 20 മാർക്സ്. 20 മാർക്സ്. അൽഫോൻസ്. ശ്രീരേഖയ്ക്ക് 20 മാർക്ക്. 20 മാർക്സ്. യെസ്, മഹദി മാം. 20. ശ്രീരേഖ 60 മാർക്സ്. ഇത് പോരാ അല്ലേ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്തായാലും ബാക്കി ഇനി 2 റൗണ്ട് ഉണ്ട്, അടിച്ചു പൊളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you. യെസ്, അടുത്തതായി എവർ ഗ്രീൻ സോങ്സുമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടാണ് വരാൻ പോകുന്നത്. ബട്ട് അതിനു മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് ഓൺ സൂപ്പർ സ്റ്റാർ.
വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് സൂപ്പർ സ്റ്റാർ. എവർഗ്രീൻ സോങ്സുമായുള്ള നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ശ്രീരാജ് ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത് സെമി ഫൈനൽ റൗണ്ടിലെ ആദ്യത്തെ പെർഫോമൻസ് ആണ് ശ്രീരാജിന്റെ. ലെറ്റ്സ് വെൽക്കം ഹിം ഓൺ ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകിയ ഈ അനശ്വരമായ ഗാനമാണ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അത്തമിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. ഇന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ തപസിനി നീ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും മരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും മരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ.
സെമി ഫൈനൽ റൗണ്ടിലെ ഫസ്റ്റ് പെർഫോമൻസ് ആണല്ലേ ശ്രീരാജിന്റെ? അതെ. നന്നായി പാടാൻ പറ്റിയോ? ആ ആ, എന്നാലൊരു സംശയം ഉണ്ടല്ലോ. വിചാരിച്ച പോലെ അത്ര നന്നായിട്ട് പാടാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. കുഴപ്പമില്ലായി പാടാൻ പറ്റി. ഹാപ്പി ആണോ പെർഫോമൻസിൽ? ആ ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് പോവാം അല്ലേ? കമന്റ്സിലേക്ക് പോവാം. യെസ്, ശരത് സർ. ശ്രീരാജ്, സർ. ശ്രീരാജിന് ഇത് എന്താണ്, ഇത് കേട്ടപ്പോൾ, ഈ പാട്ട് കേട്ടപ്പോൾ എന്താണ് വികാരം തോന്നിയത്? റൊമാൻറ്റിക്. ആ, പ്രണയം അല്ലേ? അപ്പം അത് വേണ്ടേ പാടുമ്പോൾ? ഫുൾ പ്രണയം മനസ്സിൽ വെച്ചോണ്ട് പാടും. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ 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 സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അതിൽ പ്രണയം വേണം, കഥ പറയടി നല്ലല്ലോ. പിന്നെ ഈ ലോ എന്താണ് ഇപ്പോഴും? അർത്ഥനിമീലിത, അത് പാടാൻ എന്താണ് കിട്ടാത്തത്? അർത്ഥനിമീലിത ഏമ്പക്കം വിടുന്നോണ്ടൊക്കെ പാടുന്നു, പാടിക്കേ. അതുവരെ അതെന്താണ് അത് അങ്ങനെ പെട്ടെന്ന് ടോണൽ ചേഞ്ച് എന്താണ്? അത് അങ്ങനെ വരരുത് കേട്ടോ. പറയൂ പാടുന്നു, രണ്ടൊരു 5-6 പേര് ചേർന്ന് ഗ്രൂപ്പ് സോങ് പാടുന്നോണ്ടിരിക്കും. അത് നമ്മുടെ അതേ ടിമ്പറിൽ പാടും, ശ്രീരാജിന് കിട്ടും. മതി മതിയല്ലോ, പിന്നെ അങ്ങനെ ആക്കുന്ന എന്തിനാ? പ്രത്യേകമായിട്ട് ബിന്ദുവിൻ സ്വപ്ന ബിന്ദുവോ സ്വപ്ന ബിന്ദുവോ സ്വപ്ന ബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്ന് പറയുമ്പോൾ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമാണ്. അതിന് കുറേ കൂടെ വികാരമൊക്കെ ആവാം. പിന്നെ നീ പറയൂ, എൻ്റെ നീ പറയൂ, പാടിക്കേ. നീ പറയൂ, എൻഡിലൊക്കെയാണ്. യാ നീ പറയൂ. അതല്ല, അത്ര എൻ്റെ അല്ല, ഫസ്റ്റ് പല്ലവിയുടെ എൻ്റെ. നീ പറയൂ, അത്രേ ഉള്ളൂ. ആ, അപ്പം അത് കുറേ കൂടെ, അതൊക്കെ ഒരു അർജന്റ് എങ്ങനെയെങ്കിലും ഒന്ന് പറയടി, എന്താ നിന്റെ അച്ഛൻ പറഞ്ഞത് എന്നുള്ള ലെവലിലാണ് നമ്മൾ പാടുന്നത്. അങ്ങനെ അല്ലത് കേട്ടോ. അപ്പം അത് ചിത്രകഥയിലെ അത് കുറേ കൂടെ അതിനൊരു വികാരം വേണം കേട്ടോ. എന്നനുരാഗ എന്താണ്? എന്നനുരാഗ തപോവന സീമയ ഇന്നലെ വന്ന തപസ്വിനി നീ. ഗുഡ് ഗുഡ്, അതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. തപസ്വിനി ഇന്നലെ തമരൂന്ന എന്താണ് ലിറിക് വരാണ്ട് പാടിയത്? ഇന്നലെ തകരും തപസ്വിനി നീ എന്താണ് തമരൂ, അതെന്തായിരുന്നു? പുതിയതായിട്ട് എഴുതിയാണോ? അതാണ് ഇടയ്ക്കിടയ്ക്ക് ശ്രീരാജിന്റെ റിലേ പോകണം കേട്ടോ. ഇതൊരു റിലേ റേസായിട്ട് മാറും. അതുപോലെ ഇത്രയും മരുണിമ ഇത്രയും മരുണിമ ദാരരേ, അതൊക്കെ കുറേ അരുണിമയൊക്കെ കുറച്ചും കൂടെ അത്. എത്ര സമുദ്രഹൃദന്തം ചാർത്തി എന്ന് പറയുമ്പോൾ അത് എത്ര സമുദ്രഹൃദന്തം ചാർത്തി എന്നുള്ളത് നമുക്കൊണ്ട് ഫീൽ ചെയ്യണം കേട്ടോ. ശ്രീരാജ് ഈ ബേസ് പാടുമ്പോൾ ഈ ശബ്ദ ടോണിൽ ചേഞ്ച് വരാണ്ട് നോക്കുക. പിന്നെ കുറേ കൂടെ അതിൻ്റെ ഒരു അന്തസത്ത മനസ്സിലാക്കി പാടണം കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടെ പാട്ടിലേക്ക് ഇറങ്ങി ചെന്ന് പാടുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. അൽഫോൻസ് സർ. ശ്രീരാജ് നല്ലൊരു പാട്ടാണ് അല്ലേ? എന്താണെങ്കിലും ശ്രീരാജ് നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രീരാജ് എനിക്കിഷ്ടമായി. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നിയത് അതിൻ്റെ സ്റ്റാൻസല്ലേ, ഈ പാങ്ങള് തുടക്കം മുതൽ ആണെങ്കിൽ പോലും ഈ പാട്ടിന് അത് നല്ല ഇമോഷണലായിട്ടാണ് പാടുന്നതെങ്കിൽ പോലും ശ്രീരാജ് പാടുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ഉണ്ട് അതിനകത്ത് പാടിയതിനകത്ത്. എങ്കിലും എനിക്കിഷ്ടമായി പാട്ട്.
ശ്രീരാജ് പാടി കേട്ടപ്പോൾ എനിക്കിഷ്ടമായി. എങ്കിലും ഇങ്ങനെ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് കഴിഞ്ഞു, ശരത്തേട്ടൻ പറഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ശ്രീരാജ് നല്ലൊരു പാട്ടുകാരനാണ്, നമുക്കറിയാം. ഏത് ടൈപ്പും, അടിപൊളിയാണെങ്കിലും ഹെവി ആണെങ്കിലും സോഫ്റ്റ് ആണെങ്കിലും ഒരുപോലെ ഡീൽ ചെയ്യുന്ന ആളാണ്. അപ്പം അതിൽ ഈ ഒരു എലമെൻറ്റും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മഹതി മാം. ശ്രീരാജ്, നല്ലൊരു പാട്ട്, നല്ല സുഖമായിരുന്നു കേൾക്കാൻ. ശ്രീരാജ്, എനിക്ക് പ്രിഡോമിനൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ശ്രീരാജിൻ്റെ പിച്ചിങ്. ആസ് എൻ ഫസ്റ്റ് ലൈൻ കറക്റ്റ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ റെപ്പറ്റീഷൻ വരുമ്പോൾ ശ്രീരാജിന് അവിടെ എവിടെയൊക്കെ ആയിട്ട് പിച്ചിങ്ങിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും. എനിക്കും ഒരു ഡിസ്കണക്ഷൻ പെട്ടെന്ന് ഇവിടെ അവിടെയൊക്കെ ആയിട്ട് തോന്നി. സോ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. എസ്പെഷ്യലി ഞാൻ എഴുതിയിട്ടുണ്ട് സെക്കൻഡ് ചരണം, എത്ര സന്ധ്യകൾ വാട്ട് എവർ, ആ ലൈൻ ഫസ്റ്റ് ടൈം ബ്യൂട്ടിഫുൾ ആയിരുന്നു, സെക്കൻഡ് ടൈം മൊത്തം കുളമായിരുന്നു. സോ ആ കോൺട്രാസ്റ്റ് യു സി, അത് ശ്രീരാജിൻ്റെ എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാമായിരിക്കും. ഓക്കെ, എനിവേസ്, സോ അത് കാരണം ഒരു ചെറിയ കണക്ടിവിറ്റി പ്രോബ്ലം. ഓക്കെ, പെട്ടെന്ന് വൈഫൈ വരും, പെട്ടെന്ന് വൈഫൈ പോവും, അതുപോലത്തെ. ഓക്കെ, സോ ശ്രീരാജ്, എനിക്കും തോന്നി അൽഫോൻസ് ചേട്ടൻ പറഞ്ഞ പോലെ ഒറിജിനൽ കേട്ടിട്ടുള്ളത് ഇത്രയും കൂടി കുറച്ചും കൂടി വോളിയം കൊടുക്കായിരുന്നു. ഇപ്പോൾ പാടിയപ്പോഴും ഒത്തിരി ഒതുക്കി പാടി. ഓക്കെ, അനുരാഗ കഴിഞ്ഞിട്ടുള്ള ആ പോർഷൻസിന് ഒത്തിരി ഒതുക്കി പാടി, കുറച്ചും കൂടി ത്രോ. ഗുഡ് ലക്ക്. താങ്ക് യു മാം. യെസ് ശ്രീരാജ്, നമുക്ക് ഡിസ്കണക്ട് ആവുന്ന മുമ്പ് തന്നെ നമുക്ക് മാർക്സ് വെച്ചാലോ? യെസ് ശരത് സർ. എന്തായാലും ഞാനൊരു പ്രോത്സാഹനമായി 21.5 മാർക്ക്. 21.5. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് അൽഫോൻസ് സാറിന് ചോദിക്കാം. സർ, പ്രോത്സാഹനമായിട്ട് 21.5. 21.5. യെസ് മഹതി മാം. 21.5. 21.5. That means 64.5 in total. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. കുറച്ചും കൂടെ ഹാപ്പി ആവണം, ബിക്കോസ് ഇനി കമ്മിങ് റൗണ്ട്സിൽ ഇതിനെക്കാട്ട് ബെറ്റർ മാർക്സ് മേടിക്കണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽ, എന്തായാലും അടുത്തതായി ഇളയരാജ സാറിന്റെ തമിഴ് ഹെഡ്സിൽ പാടാൻ വരുന്നു രശ്മി. ബട്ട് ബിഫോർ ദാറ്റ് വി ഹാവ് ടു ടേക്ക് എ സ്മോൾ ബ്രേക്ക്, സോ സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് സൂപ്പർ സ്റ്റാർ. യെസ്, നമ്മൾ വണ്ടർഫുൾ ആയ 2 പെർഫോമൻസുകൾ കേട്ട് ആസ്വദിച്ചു. അടുത്തതായിട്ട് ഇളയരാജ സാറിന്റെ തമിഴ് ഹിറ്റ്സുമായി വരുന്നു രശ്മി. ഐ വെൽക്കം ഹർ ടു സൂപ്പർ സ്റ്റാർ. സെമി ഫൈനൽ സ്റ്റേജിൽ ഇളയരാജ ഹിറ്റ്സ് റൗണ്ടിൽ ജാനകിയമ്മ പാടിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സനം തൂങ്ങിരച്ച് ഊതക്കാത്തും മടിച്ചിരിച്ച് എന്ന സോങ് ആയിട്ടാണ് ഞാൻ വരുന്നത്. സെമി ഫൈനൽ റൗണ്ട് ആയത് കാരണം ഒരുപാട് ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് എങ്ങനെ പാടാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഒരു സനം തൂങ്ങിരച്ച് ഊതക്കാത്തും മടിച്ചിരിച്ച് ഭാവി മനം തുങ്കലേ അതുവും ഏനോ പുരിയലയേ ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാത്തും മടിച്ചിരിച്ച് ഭാവി മനം തുങ്കലേ അതുവും ഏനോ പുരിയലയേ ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാത്തും മടിച്ചിരിച്ച് ഭാവി മനം തുങ്കലേ അതുവും ഏനോ പുരിയലയേ
உன்னை எண்ணி போட்டு வச்சு ஓலப்பாய போட்டு வச்சு இஷ்டப்பட்ட ஆசமச்சா என்ன ஏங்கும் ஏங்க வச்சா ஒரு சனம் தூங்கிருச்சு ஊத காத்தும் அடிச்சிருச்சு பாவி மனம் தூங்கலையே அதுவும் ஏனோ புரியலையே மாமனோடது பட்டு நாதம் தரும் குழல் நான் மாறக்கூடாதா நாளும் தவம் இருந்து நானும் கேட்ட வரம் கூடும் வாழும் வாராதா மாமன் காதில் ஏறாதா எல்லா காயும் நேரம் நெஞ்சுக்குள்ள ஆசமச்சா என்ன ஏங்கும் ஏங்க வச்சா ஒரு சனம் தூங்கிருச்சு ஊத காத்தும் அடிச்சிருச்சு பாவி மனம் தூங்கலை அதுவும் ஏனோ புரியலை മെല്ലെ തിരന്തത് കഥവ് എന്ന ഫിലിമിന് വേണ്ടിയിട്ട് ഇളയരാജ സാർ കമ്പോസ് ചെയ്ത സോങ് ആണ് പാടിയതല്ലേ? എങ്ങനെ ഉണ്ടായി? പ്രാക്ടീസ് ചെയ്യുന്ന അത്ര വന്നോ? അത്ര പാടാൻ പറ്റിയില്ല. നമുക്ക് നോക്കാം അല്ലേ കമന്റ്സിലേക്ക്. യെസ് ശരത് സാർ, ഇത് MSC സാറും രാജാ സാറും ചേർന്ന് ചെയ്ത ഫിലിമാണ് മെല്ലത്തിരുന്നത് കഥ കേട്ടോ. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്ത ഫിലിമാണ്. അപ്പോൾ എനിക്ക് ഉഗ്രം പാട്ടാണ്, അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് പല പാടിക്കേ. ഒരു സനം തൂങ്ങിരിച്ച് മോളെ തൂങ്ങിരിച്ച് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. മതി. അടുത്ത ലൈൻ അത് പാടിക്കേ. ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാത്തും അടിച്ചിടിച്ച് കരിച്ചിടിച്ച് അങ്ങനെ ഒരു സാധനമുണ്ട്, അതാണുള്ളത്. ഇടയിൽ എവിടെ കണ്ടാ വരുന്നത് എന്നുള്ളത് കേട്ടാ. പാടുക, ബാക്കി പാട്. കാത്തും അടിച്ചിരിച്ച് പാവി മനം തൂങ്കലേ അതുവും തൂങ്കലേ അതും ഏനോ പുരിയലയേ. ആ ഡൈനാമിക്സ് ഒക്കെ എവിടെ കൊണ്ട് കളഞ്ഞ്? അതുപോലെ ചരണം. കുയില് കറുംകുയില് മാമൻ മണക്കുയില് കോലം പാടും പാട്ടാലേ അതിന് അത്ര ബലം വേണ്ട മോളെ. മതി. അങ്ങനെ ആക്കും. അത് മാത്രം ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നത് അത് വേണ്ട. അത് എല്ലാം ഒഴുകിയാ വേണ്ട. അതിനകത്തൊന്നും ഒരു സർക്കസും ഇല്ല. അത് പാടിക്കേ. മയില് ഇളമയില് മാമൻ കവിക്കുയില് രാഗം പാടും അത് കുറച്ചും കൂടെ വരട്ടെ. രാഗം പാടും കേട്ടാ അതെന്താ അതിന്റെ ഇടയില്? രാഗം പാടും താന രാഗം പാടും കേട്ടാല് சேதி சொல்லும் பாட்டா சேதி சொல்லும் பாட்டாலே
എന്താരീരാര അത്രേ ഉള്ളൂ. ചൊല്ലും പാട്ടാലെ എന്താരേ പാട്ടാ പ്ലെയിൻ മോളെ. ആ പാട്ടാലെ ക്ഷീണിച്ചിട്ടാ ഞാൻ. ഇപ്പൊ ഇവിടെ വെച്ചിരുന്ന വെള്ളം വേണം. പിന്നെ മോളെ വന്ന പല്ലവിയൊക്കെ സ്ലിപ്പായി പോയി, അറിയാമല്ലോ. ഏത് ലിറിക്കെന്ന് പറയോ? തുണ്ടുപല്ലയുടെ ലിറിക്ക് ഒന്ന എണ്ണി, അത് മോളെ അതല്ല. ഒന്ന എണ്ണി അതാ ഞാൻ പറയുന്നത്. അതെന്താണ് ലിറിക്ക്? ഓ ആ പൊട്ട്, പോട്ടല്ല. ഒന്നെണ്ണി പോട്ട് വെച്ച പോട്ട് അവനെ പോടറാ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ് അർത്ഥം കേട്ടോ. ഒന്നെണ്ണി പൊട്ട് വെച്ച് ഓലപ്പായ പോട്ട് വെച്ച്, ഇത് രണ്ടിനും അർത്ഥം മാറിപ്പോയത് കേട്ടോ. അപ്പം അത് കൃത്യമായിക്കൊള്ളുക. എന്നെ എന്തിനാ കുഞ്ഞെ നീ ഇത്രയും വലച്ചത്? അല്ല പറ. ശരിക്ക് പഠിക്കണ്ടേ? പഠിക്കണോ? ഡീറ്റെയിൽ ഇത് ആരാ ചെയ്തതെന്നുള്ള ഡീറ്റെയിലും പഠിച്ചിട്ടില്ല. പിന്നെ പാട്ടും ഡീറ്റെയിലിംഗ് ഒന്നും ശരിയായിട്ടില്ല മോള് പാടിയത്. എന്താണ് യഥാർത്ഥമായിട്ട് നടന്ന സത്യാവസ്ഥ പറയും. പാട്ട് കേട്ടായിരുന്നോ അതോ മറ്റുള്ള 2 പാട്ടിന്റെ പുറയിലായിരുന്നു മോള്? സത്യം പറഞ്ഞോ കേട്ടോ. രശ്മി നല്ല കുട്ടിയാണ്, പറഞ്ഞോ എന്താണ് സംഭവിച്ചത്? ഇത്രയ്ക്ക് നിനക്ക് ഇങ്ങനെ മിസ്സായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പഠിക്കാൻ ശ്രമിച്ചിരുന്നു സാർ, എന്താ അറിയില്ല. കുഴപ്പമില്ല, അത് പഠിക്കാൻ അധികം ശ്രമിച്ചിട്ടില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല പാടാൻ കഴിവുള്ളൊരു കുട്ടി പഠിക്കാൻ ശ്രമിച്ചാൽ വൃത്തിയായിട്ട് പാടണം. ഇങ്ങനെ ഓരോ ലൈനും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ രശ്മി? നന്നായിട്ട് എത്രയോ പാട്ട് രശ്മി ഉഗ്രമായിട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പാടുന്നത്. ഇല്ല മോളെ, കുറച്ചും കൂടെ കറക്റ്റ് ചെയ്തിട്ട് വരും കേട്ടോ. കാര്യം ഇതല്ല അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് ഇരുന്നാൽ പോരെ. എൻ്റെ വായിലെ തുപ്പൽ അതുപോലെ കിടക്കത്തില്ലേ, അത് പറ്റിക്കണോ ഞാൻ? അപ്പം ഈ പറഞ്ഞു തരുന്നത് മോളെ കൊണ്ട് അത് മനസ്സിലാകും. പിന്നെ ഇത്രയും കുഴപ്പങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ല, ഇതിൻ്റെ കറക്റ്റ് ആ ഒരു സംഭവങ്ങൾ പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളത് മോൾക്ക് മനസ്സിലാവണം. ഇല്ല നമ്മുടെ ഇവിടെ ഇരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല അല്ലേ? എനിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് എണീച്ച് പോയാൽ പോരെ. പക്ഷേ അതൊരു സീരിയസ് പ്രോബ്ലം ആണ് മോൾ, അത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ് സർ, രശ്മി നേരത്തെ പാടിയിട്ടുണ്ടായി പാട്ട് എവിടെയെങ്കിലും? നമ്മുടെ കോമ്പറ്റീഷനിലല്ലേ, വേറെ എവിടെയെങ്കിലും പാടിയിട്ടില്ല. പാടിയിട്ടില്ല? ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം പഠിക്കണേ അല്ലേ? അതെ. ഓക്കെ. രശ്മി പാടിയപ്പോൾ പാട്ടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും വളരെ കൃത്യമായിട്ട് ശരത്തേട്ടൻ പറഞ്ഞു തന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, രശ്മിയുടെ സ്വരത്തിൽ ഭയങ്കര ഒരു ടോണൽ ഡിഫറൻസ് പല ഏരിയയിലും തോന്നുന്നു. അത് വളരെ പ്രകടമായിട്ട് ചില ലൈനൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാർഷായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ സംഗതികൾ പാടുമ്പോഴൊക്കെ വേറെ വേരിയേഷൻ വരുന്നു. എന്നാൽ അതേസമയം സ്റ്റാൻസ ചരണമൊക്കെ പാടുന്ന സമയത്ത് കുറേ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ബാക്കി കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. പഠിച്ചതിനകത്തും പ്രശ്നമുണ്ട്. അത് എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ പിന്നെ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഹിയറിങ്ങിൽ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ആദ്യം തന്നെ പഠിക്കരുത്. 2-3 പ്രാവശ്യം കേട്ടതിന് ശേഷം പല ആവർത്തി കേൾക്കുക. കേട്ട് പിന്നെ പിക്ക് ചെയ്യുക ഓരോരോ പോർഷൻസ്. ആദ്യം തന്നെ നമ്മൾ അസംഷൻ എടുക്കും, ഇത് ചിലപ്പോൾ ഇതായിരിക്കും, ഇങ്ങനെയായിരിക്കും. നമ്മളറിയാതെ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് വരും. അപ്പോൾ അത് പഠിച്ചാൽ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പഠിക്കുന്നതിന് മുമ്പ് ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ കേൾക്കുക ചുമ്മാ കേട്ടോ. എനിവേ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. മഹദി മാം. രശ്മി, ഗുഡ് ജോബ് രശ്മി. ഫസ്റ്റ് ഓഫ് ഓൾ കുറേ മൈനസ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു. എന്നാലും ഇറ്റ്സ് ഇന്നെവിറ്റബിൾ ടു സേ, ദാറ്റ്സ് വൈ. ഓക്കെ, അഗൈൻ ഞാനും അതന്നെ പറയുന്നത്. രശ്മിയുടെ ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, അനാവശ്യമായിട്ടുള്ള ഒരു ആക്സെൻറ്റ് ഒരു റോങ് പ്ലേസിൽ വരുന്നുണ്ട്. ഓക്കെ, അത് രശ്മി അത് പാടുന്നത് കേട്ടിട്ട് അത് കറക്റ്റ് ചെയ്യാൻ നോക്കണം. ഓക്കെ, ജസ്റ്റ് ട്രൈ ദാറ്റ് ഔട്ട്. എൻ്റെ അടുത്ത് ഒരു സനമാണോ ചോദിക്കുമ്പോൾ പാട്ട് ഒന്ന് ഫുള്ളൊന്നും ചെക്ക് ചെയ്യായിരുന്നു തോന്നണം എനിക്കിപ്പോൾ. എനിവേസ്, ഓൾ ദി ബെസ്റ്റ് രശ്മി. താങ്ക് യു മാം. യെസ്, രശ്മി കറക്ഷനൊക്കെ പറഞ്ഞിരുന്നത് ബിക്കോസ് രശ്മീനെ പാട്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്തത് കൊണ്ടാണ് അല്ലേ? അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പം എക്സ്പെക്ടേഷൻസ് പിടിച്ച് നിർത്തണം. ഓക്കെ, ബെറ്റർ പെർഫോമൻസ് ആയിരിക്കണം ബാക്കി 2 എണ്ണവും. ഓക്കെ, നമുക്ക് മാർക്സിലേക്ക് ചോദിക്കാം അല്ലേ? യെസ്, ശരത് സർ.
ഒരു പ്രോത്സാഹനം എന്ന പോലെ 20 20.5. Alphonse sir. 20.5. Thank you, sir. 20.5. And Mahadi ma'am. 20.5. 20.5. That means 61.5. No worries. Next time നമുക്ക് പിടിച്ചെടുക്കാം അല്ലേ? All the best for the coming performances. Thank you so much. Well, opportunities does not happen. We create them. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി പരിശ്രമിച്ചാൽ എന്നും എപ്പോഴും പോസിറ്റീവ് റിസൾട്ട്സ് തന്നെ ലഭിക്കും. With this, it's time to wrap up our today's episode. See you next time. Keep watching your favorite show, Superstar.